അല്ല, അതില് ഞങ്ങളെ സംബന്ധിച്ചോളം രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിയുടെ ഒരു വിഷയം എന്നുള്ള നിലയ്ക്കല്ല. ഈ രാജ്യത്തെ ദേശീയ അല്ലെങ്കിൽ രാജ്യത്തെ വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു വൈദേശിക ആക്രമണത്തിന്റെ അടിമത്തത്തിന്റെ പ്രതീകമായിട്ടാണ് അത് നിലനിന്നിരുന്നത്. ആ അടിമത്തത്തിന്റെ പ്രതീകമായി നിലനിന്നിരുന്ന ആ ഒരു പ്രതീകത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, അതിനു വേണ്ടിയിട്ട് ബലിദാനങ്ങൾ, ആ ബലിദാനികളുടെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ട്രസ്റ്റി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിമാന വിഷയമാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിന് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ ഗ്രാഫ് ഉയർന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ ജനതയുടെ വിശ്വാസികളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. പതിറ്റാണ്ടുകളായി BJP അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ അയോധ്യ എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ രാമജന്മഭൂമിയിൽ തന്നെ ഈ ക്ഷേത്രം ഉയരുമ്പോൾ, അതിന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. അതുപോലെ ഈ വിശ്വാസികളുടെ അഭിമാനമാണ്. ഈ 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. അതാണ് നേരത്തെ നുസ്രത് ജഹാനെ പോലുള്ള ആൾക്കാർ സൂചിപ്പിച്ചത്. ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് തന്നെ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം പണിതുയർത്തി അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അത് അഭിമാന മുഹൂർത്തമാണ്. ഈ രാജ്യത്തിന്റെ തന്നെ അഭിമാനം ഉയർത്തുന്ന ഒരു മുഹൂർത്തമാണ്. അതിൽ BJPക്ക് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം കൊയ്യണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാണ് ഈ വിഷയത്തിൽ നിലപാട് സൂചിപ്പിക്കാനുള്ളത് എന്നാണ് പറയാനുള്ളത്.